നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ ഇടവമാസം 1-ാം തീയതി മുതൽ ഇടവമാസം 30-ാം തീയതി വരെയുള്ള രാശിമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് അശ്വതി മുതൽ രേവതി നക്ഷത്രം വരെയുള്ള 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രങ്ങളുടെ രാശിഫലവുമായി ബന്ധപ്പെട്ട് നക്ഷത്രഫലവുമായി ബന്ധപ്പെട്ടുള്ള ചുരുങ്ങിയ വിവരണങ്ങളാണ് തരാൻ പോകുന്നത്. അപ്പോൾ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്നും ഈ ഇടവമാസം 1-ാം തീയതിയോടുകൂടി ആദിത്യന് രാശിമാറ്റം ഉണ്ടാവുകയും ഈ വരുന്ന ഇടവമാസം 4-ാം തീയതിയോടുകൂടിയും ഇടവമാസം 1-ാം തീയതിയോടുകൂടിയും വ്യാഴം രാശി മാറുന്നുണ്ട്. രാഹുകേതുക്കളുടെ രാശിമാറ്റമുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇടവമാസത്തിൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് ചോദിച്ചാൽ അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് നക്ഷത്രക്കാരുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ജ്യോതിഷപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പൊതുവേ നക്ഷത്ര ഫലങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു രീതിയിൽ കൂടെ ഞാനൊരു ജ്യോതിഷം സാധാരണ പറയാൻ ശ്രമിക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ദൈവാധീനം, കർമ്മഫലം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശുഭാശുഭ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചിങ്ങം രാശിക്കാർക്ക് കുറച്ച് ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചിങ്ങ രാശിയിൽപ്പെട്ട ഒരുപാട് പേർ വിളിച്ചിട്ട് അവർക്ക് അതെന്താ ബാക്കിയുള്ളവരുടെ എല്ലാം ഫലം നല്ലതുപോലെ പറയുന്നല്ലോ, നമ്മുടെ എന്താ ദോഷമായിട്ട് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ രാശിപ്രകാരം ചൊവ്വ 12-ൽ നിൽക്കുന്നത് കൊണ്ടാണെന്നും ശനി 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ദോഷം വരുന്നത് എന്നൊക്കെ പറഞ്ഞവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ജാതക ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്ര ഫലങ്ങൾക്ക് ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ്. ചന്ദ്രൻ്റെ സഞ്ചാരം അനുസരിച്ച് ഇപ്പം അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് മേടക്കൂറിലായിരിക്കും നിങ്ങളുടെ ജനിച്ച സമയത്ത്. അപ്പം അശ്വതി ഭരണി കാർത്തിക കാലിൽപ്പെട്ട നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ചാണ്. പക്ഷേ നമ്മുടെ ജാതകത്തിൽ ലഗ്നഭാവം എന്ന് പറഞ്ഞൊരു ഭാവം കൂടി നമുക്കുണ്ടല്ലോ. അപ്പം ലഗ്നത്തിൻ്റെ ഫലവും കൂടി ചേർത്തല്ല യഥാർത്ഥത്തിൽ ജ്യോതിഷം പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷം നോക്കിയിട്ടും കൂടി ചേർത്ത് നമ്മളിപ്പം ഈ രാശിയിൽ പറയുന്ന നക്ഷത്ര ഫലങ്ങൾ മാത്രമല്ല നമുക്ക് അനുഭവത്തിൽ വരുന്നത്, നമ്മുടെ ലഗ്നം കൂടി നോക്കിയിട്ടാണ്. അപ്പം ഒരുപാട് പേരുടെ പ്രശ്നം നോക്കുമ്പോൾ ഇന്ന് ഒരാൾ എന്നെ വിളിച്ചു, ആരാണെന്ന് പറയുന്നില്ല, കക്ഷിക്ക് ശുക്രദശാകാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സാമ്പത്തിക പ്രയാസം, മനപ്രയാസം, അലച്ചിൽ, കഷ്ടപ്പാട്, വിഷമതകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ശുക്രദശയായിട്ട് പോലും ഒരു ഗുണവുമില്ലല്ലോ, ശുക്രദശ വരുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ശുക്രദശ വന്നപ്പോൾ ദോഷമായി കാണുന്നു. അപ്പം ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുക്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് 9-ാം ഭാവത്തിലാണ്. അദ്ദേഹത്തിൻ്റെ യോഗകാരകനും കൂടിയാണ് ശുക്രൻ. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് മകരലഗ്നമാണ്. അപ്പം മകരലഗ്നക്കാർക്ക് യോഗകാരകനും കൂടിയാണ്. 9-ാം ഭാവത്തിലാണ് ശുക്രൻ്റെ സ്ഥിതി. അപ്പം ഭാഗ്യസ്ഥാനത്താണല്ലോ ശുക്രൻ്റെ സ്ഥിതി. പക്ഷേ ജ്യോതിഷപരമായിട്ട് ദോഷം മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. എന്താണ് കാര്യം ചോദിച്ചപ്പോൾ ശുക്രൻ 9-ാം ഭാവം വരുമ്പോൾ കന്നിരാശിയിൽ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രദശയാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ജാതകത്തിൽ ഗ്രഹത്തിൻ്റെ സ്ഥിതിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവത്തുള്ളൂ, ഗുണമാണോ ദോഷമാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം മകരലഗ്നക്കാരനാണെങ്കിലും ശുക്രൻ ഭാഗ്യസ്ഥാനത്തുണ്ടെങ്കിൽ പോലും നീചാവസ്ഥയിലാണുള്ള ശുക്രൻ്റെ ദശാപഹാര കാലത്തിൽ, ആദ്യത്തെ ദശാപഹാരത്തിൽ ശുക്രൻ്റെ അപഹാരമായിരിക്കും 3 വർഷം 4 മാസവും കൂടി. ഇപ്പോൾ ഒരാളുടെ ശുക്രദശാകാലം ആരംഭിച്ചാൽ ശുക്രദശാകാലത്തിൽ ആദ്യത്തെ 3 വർഷം 4 മാസം ശുക്രൻ്റെ അപഹാരം കൂടിയാണ്. അപ്പോൾ ഈ അപഹാര സമയത്ത് കൂടുതൽ കഷ്ടകാലമാണ് കക്ഷിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് കക്ഷിയുടെ അനുഭവം. നമ്മൾ നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മളിപ്പം ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഞാൻ ഉൾപ്പെടെ എല്ലാ ജ്യോതിഷന്മാരും ജ്യോതിഷ ഫലം പറയുന്നത്. അപ്പം ശുഭമായിട്ടുള്ള ഫലം പറഞ്ഞാലും അശുഭമായിട്ടുള്ള ഫലം പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകപ്രകാരം ലഗ്നവും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഫലസ്ഥിതിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ സ്ഥിതികൾ അറിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ട് നമ്മളിപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള ഞാൻ 3-4 വീഡിയോസ് ചെയ്തിട്ടുള്ളതിൽ ശ്രദ്ധാപൂർവം നിങ്ങൾ ആ വീഡിയോ വീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജാതകത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ എത്ര അറിഞ്ഞുകൂടാത്തവർക്കും കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ ഏത് കൂറാണെന്ന് അറിയത്തില്ല, ലഗ്നം എന്താണെന്ന് അറിയത്തില്ല, ഭാഗ്യസ്ഥാനം ഏതാണെന്ന് അറിയത്തില്ല. ഇതെല്ലാം പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ വിവരണം കൊടുത്തതോടുകൂടി ഒരുപാട് പേർക്ക് അതൊരു അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ലഗ്നഭാവം ഇന്നതാണ്. വിളിക്കുമ്പോൾ തന്നെ അവർ, ഞാൻ ചോദിക്കുമ്പോൾ തന്നെ പറയും ഞാൻ മകരലഗ്നമാണ്, കൂറ് മിഥുനക്കൂറാണ് അല്ലെങ്കിൽ മേടക്കൂറാണ് എന്ന് അവരിങ്ങോട്ട് പറയും. നേരത്തെ ചോദിക്കുമ്പോൾ അവർ ജനിച്ച മാസമായിരിക്കും നമ്മളോട് പറയുന്നത്. ഞാൻ ചിങ്ങത്തിലുള്ളതാണ് കേട്ടോ തിരുമേനി എന്ന് പറയും. ഇപ്പം അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ഇന്ന കൂറുകാരനാണെന്നും ഇന്ന ലഗ്നക്കാരനാണെന്നും എൻ്റെ ഭാഗ്യാധിപൻ ഇത്ര സ്ഥാനത്താണ് നിൽക്കുന്നത്, ധനാധിപൻ ഇന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്, വ്യാഴത്തിൻ്റെ സ്ഥിതി ലഗ്നാൽ ഇത്രയാണ്, ചന്ദ്രൻ ഇത്രയാണ്, ശനി ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് പേരിപ്പം ഉണ്ടെന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ജ്യോതിഷപരമായിട്ട് നമ്മൾ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ പറയുന്നതും ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ പറയുന്നതും നമ്മുടെ ജാതകത്തിലെ സ്ഥിതിയും കൂടി നോക്കിയിട്ട് നമ്മുടെ ദശ അപഹാര കാലം ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളൊരു വ്യക്തി എൻ്റെ ദശാകാലം ഏതാണ്, എൻ്റെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ദശാകാലം ഏതാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ ജാതകപ്രകാരം നമുക്കിപ്പം ഉദാഹരണത്തിന് ശുക്രദശയാണ് എന്ന് കരുതുക. ശുക്രൻ 20 വർഷമാണ് ഒരു ശുക്രദശാകാലം തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത്. അപ്പം ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർ ഒഴികെയുള്ള ബാക്കിയുള്ളവർക്ക് ശുക്രദശ തുടങ്ങിക്കഴിഞ്ഞാൽ 20 വർഷം പൂർണ്ണമായിട്ടും കിട്ടും. ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാർക്ക് മാത്രമേ ഉള്ളൂ ശുക്രൻ മുഴുവനായിട്ട് കിട്ടാതെ. കാരണം അവർ ശുക്രദശയിൽ തന്നെ ജനിക്കുന്നത്. അതുകൊണ്ട് ശിഷ്ടദശയെ കിട്ടത്തുള്ളൂ. ശിഷ്ടദശ കുറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞായിരിക്കും. തന്നെയുമല്ല അവരുടെ ബാല്യകാലം, ഇപ്പം ഭരണിയിലോ പൂരത്തിലോ പൂരാടത്തിലോ ജനിച്ച ഒരു നക്ഷത്രക്കാരന് അവർക്ക് ചിലപ്പോൾ 10 വയസ്സ് വരെ കാണത്തുള്ളായിരിക്കും ശുക്രദശാകാലം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബാല്യകാലത്തിൽ ശുക്രൻ പോയി ഈ 10 വർഷത്തെ ശുക്രൻ്റെ ഫലം മാതാപിതാക്കൾക്കായിരിക്കും അനുഭവത്തിൽ വരുന്നത്. അപ്പം ഇന്ന് പറഞ്ഞതുപോലെ നമുക്കത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഓരോരോ നക്ഷത്രക്കാർക്ക് ഈ ദശാപഹാര കാലം, ഇപ്പം ജാതകപ്രകാരം നമ്മൾ പറയുകയാണ് മേടക്കൂറുകാർക്ക് ഇപ്പോൾ ദോഷ സമയമാണ് എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പം മേടക്കൂറിൽ വരുന്ന ആരൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തികകാല് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പം ഒരു അശ്വതി നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിനൊരു 30 വയസ്സുണ്ടെന്നും കരുതുക. അശ്വതി നക്ഷത്രക്കാരൻ ജനിക്കുന്നത് കേതു ദശയിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ശിഷ്ടദശ ഒരു 3 വർഷം നമുക്ക് കേതു ഉണ്ടെന്ന് വിചാരിക്കാൻ കക്ഷിക്ക്. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 വയസ്സ് വരെ, 20 വയസ്സ് കൂടെ കൂട്ടുമ്പോൾ 23 വയസ്സ് വരെ കക്ഷിക്ക് ശുക്രദശ കിട്ടി. 3 വർഷം കേതുവും 20 വർഷം ശുക്രൻ, 23 വയസ്സ് വരെ ശുക്രദശ. അത് കഴിഞ്ഞ് 6 വർഷം കക്ഷിക്ക് ആദിത്യ ദശാകാലം തുടങ്ങും. അങ്ങനെ 29 വയസ്സ് വരെ ആദിത്യ ദശാകാലം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രദശാകാലം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒരു ഉദ്ദേശം കണക്കാ പറഞ്ഞത്, വലിയ തെറ്റ് വരുത്തില്ല അതിനകത്ത്. അപ്പം അശ്വതി നക്ഷത്രക്കാരനായ ഒരാൾ ഇപ്പോൾ 30 വയസ്സിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഇദ്ദേഹത്തിന് ചന്ദ്രദശാകാലത്തിൻ്റെ ഒരു ദശാകാലമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉറപ്പായിട്ടും ചന്ദ്രൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ചന്ദ്രൻ ഇവിടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലായെങ്കിൽ പോലും നമ്മൾ കർത്തവാവിൻ്റെ അന്നാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ കർത്തവാവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അടുത്തുള്ള ദിവസമാണ്, സൂര്യനോട് അടുത്തൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ, ചതുർദശി സമയമാണെങ്കിൽ നമുക്ക് ഈ ചന്ദ്രദശാകാലം വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം അശ്വതി, ഭരണി, കാർത്തികകാല് മേടക്കൂറുകാർക്ക് ഇടവമാസത്തിൽ നല്ല സാമ്പത്തിക പുരോഗതി, അങ്ങനെ ഐശ്വര്യം, ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? പൊതുവേ കോമൺ ആയിട്ടുള്ള ഫലമായിരിക്കും പറയുന്നത്. പക്ഷെ ചന്ദ്രദശാകാലം ഉള്ള ആൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എൻ്റെ ചന്ദ്രൻ്റെ സ്ഥിതി ഈ ജാതക പ്രകാരം ഒരു ജ്യോത്സ്യരോട് ചോദിച്ച് നിങ്ങളത് മനസ്സിലാക്കുക. കൃത്യമായിട്ട് പറയുന്ന ആരുണ്ടോ അവരോട് ചോദിച്ചിട്ട് എൻ്റെ ജാതകത്തിലെ ചന്ദ്രൻ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ലഗ്നാൽ എവിടെയാണ് നിൽക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നിങ്ങളൊരു കന്നി ലഗ്നക്കാരനാണെങ്കിൽ ചുമ്മാ പറയുന്നു നിങ്ങളുടെ ചന്ദ്രൻ നിങ്ങൾക്ക് അഷ്ടമരാശിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ അശ്വതി, ഭരണി, കാർത്തികകാലിൽപ്പെട്ട മേടക്കൂറുകാരനാണ്, അശ്വതി നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളുടെ ലഗ്നം വന്നിട്ട് കന്നി ലഗ്നമാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ജാതകപ്രകാരം 11ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ ദശ നടക്കുന്നു. നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുന്നത് അഷ്ടമഭാവത്തിൽ. അപ്പം എങ്ങനെ അനുകൂല ഫലം ഉണ്ടെന്ന് പറയാൻ പറ്റും? അതുകൂടാതെ കർത്തവാവിൻ്റെ അടുത്തുള്ള ദിവസവും കൂടിയാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. ഇത്രയും ഫലമാകുമ്പോൾ ഇദ്ദേഹത്തിന് പറയുന്ന അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്കുണ്ടാകുന്ന അനുകൂല ഫലം പറയുമ്പോൾ കക്ഷിയുടെ ദശാപഹാര കാലം കൂടി ചിന്തിച്ചു കഴിയുമ്പോൾ അത് ഗുണകരമല്ലാതെ വരും. നമ്മൾ 30 വയസ്സ് വരെയുള്ള ആളിൻ്റെ കണക്കാണ് കൂട്ടിയത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ കക്ഷിക്ക് 29 വയസ്സ് മുതൽ ചന്ദ്രൻ്റെ കൂട്ടിയല്ലോ 39. ഒരു 40 വയസ്സുള്ള ആളാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ചന്ദ്രദശ കഴിഞ്ഞ് ഇപ്പം ചൊവ്വാദശാകാലമാണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റും. നക്ഷത്രം അത് തന്നെ അശ്വതി നക്ഷത്രം തന്നെയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് 40 വയസ്സുണ്ട്, അശ്വതി നക്ഷത്രക്കാരനാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വാദശാകാലം. ഇപ്പം ചൊവ്വ നിൽക്കുന്നത് ഇപ്പം
കർക്കിടകം ചൊവ്വയുടെ നീചഭാവമാണ്. കർക്കിടകം ഇദ്ദേഹത്തിന് ചൊവ്വ ഇവിടെ നിൽക്കുന്ന സമയത്താണ്, അതായത് മകരത്തിൽ നിൽക്കുക എന്ന് വെച്ചാൽ ചൊവ്വ ഉച്ചരാശിയിൽ നിൽക്കുക എന്ന് പറയും. അപ്പോൾ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് എങ്കിൽ ജാതകപരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിട്ട് കർക്കിടക ലഗ്നവോ ചിങ്ങലഗ്നമോ ആണെങ്കിൽ, ഇപ്പം ചിങ്ങലഗ്നമാണെങ്കിലും കർക്കിടക ലഗ്നമാണെങ്കിലും കർക്കിടക ലഗ്നക്കാരനാണെന്ന് വിചാരിച്ചാൽ ഇദ്ദേഹത്തിന് 7ാം ഭാവത്തിൽ ചൊവ്വ ഉച്ചഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ യോഗകാരകനാണ്. ഇദ്ദേഹത്തിന് കർമാധിപതിയും 5ാം ഭാവാധിപനുമായിട്ടുള്ള 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാപഹാരകാലം നടക്കുകയാണ്. ഏറ്റവും നല്ല സമയമാണ്. ഈ കക്ഷി ചിലപ്പം ജ്യോതിഷനെ വിളിക്കേണ്ട പോലും ആവശ്യം വരത്തില്ല. കക്ഷിയുടെ എല്ലാ കാര്യവും നടക്കുന്നുണ്ടല്ലോ, യാതൊരു പ്രശ്നവുമില്ല. നല്ല ഉയർന്ന സാമ്പത്തികം, നല്ല തൊഴിൽ, നല്ല ആരോഗ്യം എല്ലാം ഉണ്ടാവും. അപ്പം ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയും കൂടി വിചാരിച്ചിട്ട് വേണം നമ്മൾ ജ്യോതിഷം നോക്കാൻ. നമ്മുടെ ജാതകപ്രകാരം ഇപ്പം ഏത് ദശാപഹാര കാലമാണ് നടക്കുന്നതെന്നും ഈ ദശാകാലത്തിൻ്റെ നാഥൻ ആയിട്ടുള്ള ഗ്രഹം, ഇപ്പം കേതുർദശയാണെങ്കിൽ കേതുവിൻ്റെ സ്ഥിതി എവിടെയാണ്, ചൊവ്വയാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതി ലഗ്നത്തിൻ്റെ ഏത് ഭാവത്തിലാണ് എന്ന് ചിന്തിക്കണം. ചന്ദ്രൻ്റെ ഏത് ഭാവത്തിലാണ് നമ്മൾ എന്ന് ചിന്തിച്ചിട്ട് 4ാം ഭാവത്തിലാണോ 5ാം ഭാവത്തിലാണോ ശുഭഗ്രഹം, ഇപ്പം വ്യാഴത്തിൻ്റെ ദശാകാലമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഒരു കക്ഷിക്ക് വ്യാഴത്തിൻ്റെ പുണർദം വിശാഖം പൂരുരുട്ടാതി നക്ഷത്രക്കാർ ജനിക്കുന്നത് വ്യാഴദശയിലായിരിക്കും. അപ്പം ഈ കക്ഷിയുടെ ജാതകപ്രകാരം ഇപ്പോൾ ഒരു 30-35 വയസ്സുള്ള ഒരാൾക്ക് വ്യാഴദശാകാലമാണ് എന്ന് നമ്മൾ കരുതുക. ഇദ്ദേഹത്തിൻ്റെ വ്യാഴം വന്നിട്ട് ഈ മകരൻ രാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളതെന്ന് വരിയിൽ ഇദ്ദേഹത്തിന് വ്യാഴദശാകാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ ഇരിക്കുന്നതും പോകും, കടം മേടിച്ചതും പോകും, ജയിലിലും പോകും, കേസ് വഴക്കുകളാവും, എല്ലാ പ്രശ്നങ്ങളും വന്നുവിടും. വിളിക്കുന്ന ജ്യോത്സ്യരോട് പറയും എനിക്ക് വ്യാഴദശാകാലമാണ്, സാധാരണഗതിയിൽ വ്യാഴം ഏറ്റവും നല്ല ഗ്രഹമാണല്ലോ എന്ന് പറയും. പക്ഷേ നമുക്കുണ്ടാകുന്ന അനുഭവം വളരെയധികം വിഷമസ്ഥിതിയിലായിരിക്കും. കടബാധ്യത വന്ന് കയറിയിട്ട് സകലതും വിറ്റുപറക്കും. ഇദ്ദേഹത്തിന് വ്യാഴം കഴിഞ്ഞിട്ട് ശനി അനുകൂലമായിരിക്കും. എപ്പോഴും വ്യാഴം ദോഷത്തിൽ വന്നാൽ ശനി അനുകൂലമായിട്ട് വരുമെന്ന് പറയും. പക്ഷേ ശനിദശാകാലം കഴിയുമ്പോഴത്തേക്കിന് കക്ഷിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പഴയ പ്രതാപമൊക്കെ വീണ്ടെടുക്കും. അപ്പോൾ ഇദ്ദേഹം കുറച്ച് ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും വ്യാഴദശയിൽ. അപ്പം ഈ വ്യാഴദശയിൽ ചെയ്ത വഴിപാടുകളൊന്നും ഫലസിദ്ധിയാകാതെ ഇദ്ദേഹം അവസാനം പറഞ്ഞുകൊണ്ട് വഴി അമ്പലത്തിലൊന്നും പോയി വഴിപാട് നടത്തിയിട്ട് കാര്യമില്ല, പൂജ നടത്തി കാശെല്ലാം പോയതേ ഉള്ളൂ, യാതൊരു ഗുണവുമില്ല എന്ന് പറയും. അവസാനം ഇദ്ദേഹത്തിന് ശനി ദശ വരുമ്പം, ശനി അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം നേരത്തെ വന്നതിൻ്റെ ഡബിളായിട്ട് വരുമ്പം ഇദ്ദേഹം പറയും ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ പറഞ്ഞോലും ശനിയുടെ സ്ഥിതി കൊണ്ടാണ് ഇദ്ദേഹത്തിന് രക്ഷപ്പെട്ടത്. പക്ഷേ ശനിയുടെ ദശാപഹാര കാലവും കൂടെ വരാതെ ഇദ്ദേഹത്തിൻ്റെ സമയം മാറാത്തത് കൊണ്ട് ഇദ്ദേഹം അതുവരെ രക്ഷപ്പെട്ടില്ല. പക്ഷെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന വഴിപാടുകളുടെ ഒരു ഈശ്വരാധീനം ഇദ്ദേഹത്തിന് ശനി ദശാകാലത്ത് അനുഭവമായിട്ട് വന്നിട്ട് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഞാൻ പറഞ്ഞു ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. അവിടുത്തെ ഒരു ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. യാതൊരുവിധ കാര്യങ്ങൾ കൊണ്ടും യൂട്യൂബിൽ നിന്ന് വരുമാനം നമുക്ക് വാങ്ങുന്നില്ല. നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറയാതെ തന്നെ ചുമ്മാ പറയാണ് അശ്വതി ഭരണി കാർത്തികകാലകാർക്ക് എന്തുവേണം പറയാം. അവിടെ എഴുതി വെച്ചിട്ടേക്കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കഷ്ടകാലം ഉണ്ടെന്ന് പറയാം, നല്ല കാലം ഉണ്ടെന്ന് പറയാം, വാഹനത്തിന് ദുരിതം ഉണ്ടാകുമെന്ന് പറയാം, പഠിക്കുന്ന കുട്ടികൾ ഇച്ചിരി പഠിക്കുന്നതിന് ശ്രദ്ധിക്കണം, പണമിടപാടുകൾ സൂക്ഷിക്കണം. ഇതാർക്കാ പറയാൻ വയ്യാത്ത? ആർക്ക് വേണേലും പറയാം. നമ്മുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് നമുക്കത് ഫലമായിട്ട് വരണ്ടേ. ഇങ്ങനെ സൂക്ഷിക്കണം 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 എന്ന് ജ്യോത്സ്യന്മാർക്ക് പറയേണ്ട കാര്യം എന്ത്? ആരാ പിന്നെ സൂക്ഷിക്കാതെ വണ്ടി ഓടിക്കുമ്പോൾ ആരാ സൂക്ഷിക്കാതെ വണ്ടി ഓടിക്കുന്ന ആരാ? എല്ലാവരും സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കുക, ഞാനും സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കുക. നമ്മുടെ വണ്ടി ചിലപ്പം തട്ടിയെന്നൊക്കെ ഇരിക്കും. അപ്പം ഒരു ആധാരം എഴുതുമ്പം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്തോ ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം, വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാ വീഡിയോ എടുക്കുക എന്നുള്ള അല്ലാണ്ട് യാതൊരു പ്രത്യേകിച്ച് പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ഒരു ഫലം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇതിൻ്റെ പുറകെയാണ് ഒരുപാട് പേര് പുറകെ പോകുന്നത്. ചുമ്മാ കുറച്ച് നല്ല കാര്യം പറയുമ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടും, അനുഭവത്തിൽ അതൊന്നും വരത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവമാസം 1-ാം തീയതി മുതലുള്ള ഒരു ഫലസ്ഥിതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇടവമാസത്തിൻ്റെ ഒരു ഫലസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലസ്ഥിതിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം ആദിത്യൻ ഇടവൻ രാശിയിലേക്ക് മാറി. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മേടത്തിലേക്കായിരുന്നു ആദിത്യൻ വന്നത്. ഇടവമാസം 1-ാം തീയതി മുതൽ സൂര്യൻ ഇങ്ങോട്ട് കടക്കും. അതുകൊണ്ടാണ് ഈ മാസത്തെ ഇടവമാസം എന്ന് പറയാൻ കാരണം. ഇത് ജ്യോതിഷപരമായി നോക്കുന്ന 90% ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അറിയാവുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല.
മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതിനെയാണ് ഇടവം എന്ന് പറയുന്നതും ഇടവ മാസം എന്ന് പറയാൻ കാരണം സൂര്യൻ എവിടെയാണോ നിൽക്കുന്നത് അതാണ്. സൂര്യൻ ഈ മാസം മുഴുവൻ ഇവിടെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയുന്നു ഇടവമാസം. ഇടവത്തിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര നക്ഷത്രക്കാർക്ക് സൂര്യൻ ജന്മത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ 4ാം ഭാവാധിപൻ ജന്മത്തിലേക്ക് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ നിങ്ങളുടെ അടുത്ത് വരുത്തുള്ളൂ. 4ാം ഭാവാധിപൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധികളെ കൊണ്ടായിരിക്കും ഇടവമാസത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വരവ്. ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക. വ്യാഴൻ 2ാം ഭാവത്തിലുള്ളത് കൊണ്ട് ധനപരമായിട്ട് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതായിട്ട് വരുന്നില്ല. 4ാം ഭാവാധിപന്റെ വരവോടുകൂടി ഗൃഹം, വാഹനം, ശയനോപകരണങ്ങൾ എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരുന്ന ഒരു സമയമാണ് ആദിത്യന്റെ വരവ്. നിങ്ങളുടെ ജാതകപ്രകാരം ഇടവക്കൂറുകാര് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര നക്ഷത്രക്കാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വ്യാഴം 2ാം ഭാവത്തിൽ എങ്ങനെ? ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ നമ്മൾ എപ്പോഴും 1 എന്ന് എണ്ണണം. ലഗ്നത്തെ നിൽക്കുന്ന രാശിയെ നമ്മൾ 1 എന്ന് എണ്ണണം. നിങ്ങളുടെ ജാതകം എടുത്തു വെച്ചിട്ട് ഇടവക്കൂറുകാർ നിങ്ങളുടെ ജാതകം എടുത്തു വെച്ചിട്ട് ചന്ദ്രൻ നിങ്ങൾക്ക് ഇവിടെ തന്നെയായിരിക്കും, യാതൊരു മാറ്റവും വരുത്തില്ല. നിങ്ങളുടെ ലഗ്നം ഇവിടെ വേണമെങ്കിലും വരാം. അപ്പം ലഗ്നം ഇവിടെയാണ് എന്ന് ഉദ്ദേശം ചുമ്മാ കരുതിയാൽ നിങ്ങൾ വിചാരിക്കണം എനിക്ക് 1, 2, 3, 4, 5, 6, 7 അഷ്ടമത്തിലാണ് വ്യാഴം. പക്ഷേ ചന്ദ്രാൽ വ്യാഴം എവിടെയുണ്ട്? അനുകൂല സ്ഥാനത്തുണ്ട്. അപ്പം ജാതകപരമായിട്ട് ലഗ്നഭാവപ്രകാരം നമുക്ക് അഷ്ടമത്തിലാണ് ചാരവശാലുള്ള സ്ഥിതി നോക്കുന്നെങ്കിലും നമുക്ക് ജാതകപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ലഗ്നം കൂട്ടത്തില്ല. നമ്മൾ ഈ ചാരവശാലുള്ള ഫലം കൂട്ടുമ്പോൾ എപ്പോഴും ചന്ദ്രനെ കൊണ്ട് മാത്രമായിരിക്കും ഫലസ്ഥിതി പറയുന്നത്. അപ്പം അശ്വതി, ഭരണി, കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജാതകപ്രകാരം ചാരവശാൽ ആദിത്യൻ നമുക്ക് ലഗ്നത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. 3ാം ഭാവം സഹോദര സ്ഥാനത്ത് ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുന്നു. 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. 11ൽ ശനിയും ശുക്രനും നിൽക്കുന്നു. കർമ്മഭാവത്തിൽ ആദിത്യൻ നിൽക്കുന്നു എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായി. ധനസ്ഥാനത്ത് വ്യാഴം അനുകൂലമായി. ചുമ്മാതെങ്കിലും നമുക്ക് തന്നെ മനസ്സിലാക്കാം. 3ാം ഭാവത്ത് നീചനായിട്ടുള്ള ചൊവ്വ, സഹോദര സ്ഥാനത്ത് നീചനായിട്ടുള്ള ചൊവ്വ. അപ്പം അത് നമുക്ക് സഹോദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ദോഷങ്ങൾ വരും. 4ാം ഭാവം ഗൃഹസ്ഥാനം, തൊഴിൽ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. കാരണം 4ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നിങ്ങളുടെ കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇത് ജ്യോതിഷന്മാർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അവരത് ചിലപ്പം വിട്ടുപോകും പറയാനായിട്ട്. അപ്പം നമുക്ക് കേതു 4ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കർമ്മത്തിൽ രാഹു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഫലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ അതുപോലെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. ഗൃഹവാഹന യോഗം ഉണ്ടാകും. മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് വരും. പക്ഷേ 4ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപകടങ്ങൾക്കുള്ള സാധ്യതകൾ, കർമ്മത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ശനി ശുക്രനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്രഹസ്ഥിതി കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലസ്ഥിതി വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ ഗണപതി ഹോമം ചെയ്യുക, അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇടവക്കൂറുകാർ ഈ മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാട്. ആദ്യം 4ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ നാഗപ്രീതിക്കുള്ള വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളെ രക്ഷിച്ചു നിർത്തുന്ന 2 പേര്, ഒന്ന് വ്യാഴവും ശനിയും ശുക്രനും കൂടെ. ശുക്രൻ മാറിക്കൊണ്ടിരിക്കും. ശുക്രൻ ഈ വരുന്ന ഇടവമാസം പകുതിയോടുകൂടി, അതായത് ഈ വരുന്ന മെയ് 30ാം തീയതിയോടുകൂടി ശുക്രൻ ഇങ്ങോട്ട് മാറും. ഈ ശുക്രൻ ഇവിടുന്ന് മീനത്തിൽ നിന്നും ഇങ്ങോട്ട് മാറും. അപ്പോൾ നിങ്ങളെ അനുകൂലിച്ച് നിൽക്കുന്ന 2 പേര്, പ്രബലരായിട്ടുള്ള 2 പേര്, നിങ്ങൾക്ക് 11ൽ നിൽക്കുന്ന ശനിയും 2ൽ നിൽക്കുന്ന വ്യാഴവുമാണ് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ. കാരണം നിങ്ങളുടെ ഇടവക്കൂറുകാരുടെ ഭാഗ്യാധിപനും കൂടിയാണ് ആര്? ശനി. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജ്യോതിഷം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഓരോ ജ്യോതിഷൻ്റെ അടുത്തും പോകേണ്ടി വരത്തില്ല. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ജ്യോതിഷൻ്റെ അടുത്ത് നോക്കേണ്ടി വരത്തില്ല, എന്നെ വിളിക്കേണ്ടിയും വരത്തില്ല, ജ്യോതിഷം നോക്കാൻ വേണ്ടി പൈസ ചിലവാക്കേണ്ടിയും വരത്തില്ല. ആരും നിങ്ങളെ പറ്റിക്കാനും പോകുന്നില്ല. അങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിക്കപ്പെടാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ പറയാം, എനിക്ക് ശനി, ഭാഗ്യാധിപനായിട്ടുള്ള ശനി, അതായത്
1, 2, 3, 4, 5, 6, 7, 8, 9 നിങ്ങൾക്ക് തന്നെ എണ്ണാം. 9ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമായിട്ടുള്ള ശനി എനിക്ക് ഇവിടെ നിങ്ങളിപ്പം ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഇടവക്കൂറിലല്ലാത്തവർ ഇപ്പം സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും ഇതുപോലെ ഈ പറഞ്ഞതിനെ കൊണ്ട് നമുക്ക് കണക്കൂട്ടാം. നിങ്ങളിപ്പം ചിങ്ങക്കൂറുകാരനെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് വിചാരിക്കണം? എനിക്ക് നിങ്ങൾ എണ്ണിക്കൂ, ശനി നിങ്ങൾക്ക് അഷ്ടമത്തിലും ശുക്രൻ അഷ്ടമത്തിലുമാണ്, വ്യാഴം 11ലാണ്. ഇപ്പം ജ്യോത്സ്യൻ ബാക്കിയുള്ളത് കേട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ ഇപ്പം തന്നെ ഗണിക്കാൻ പറ്റുന്നൊരവസ്ഥയിലോട്ടാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരൊറ്റ രാശിയുടെ ഇതുകൊണ്ട്. കാരണം ഈ ഗ്രഹങ്ങൾക്കൊന്നും ഇപ്പോൾ ഉടനെ മാറ്റമില്ല. ശനിക്ക് മാറ്റമില്ല, വ്യാഴത്തിന് ഇപ്പോൾ ഉടനെ മാറ്റമില്ല, ചൊവ്വയ്ക്കൊരു മാറ്റമുണ്ട്, അത് പറഞ്ഞുതരാം. ഇടവ മാസം 24ാം തീയതി ആകുമ്പോൾ ചൊവ്വ ഇങ്ങോട്ട് വരും. ചൊവ്വയുടെ നീചം മാറാൻ പോവാണ്. അത് ഈ മാസം 24ാം തീയതി ഈ മാസം അവസാനമാകും. അപ്പം അത് അവസാന ഫലത്തിലേ വരത്തുള്ളൂ. അപ്പോൾ ഇടവക്കൂറുകാരുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ചിങ്ങക്കൂറുകാരുടെ ഫലം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദിത്യൻ്റെ രാശിയാണല്ലോ, സ്വക്ഷേത്രമാണല്ലോ. അപ്പം ഇവിടെ നമുക്ക് കേതുവിൻ്റെ സ്ഥിതി നിങ്ങൾക്കുണ്ട് എന്ന് ഇടവമാസം 4ാം തീയതിയോടുകൂടിയേ വരത്തുള്ളൂ. ആദ്യ ആഴ്ച കുഴപ്പമില്ല, ആദ്യത്തെ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോഴത്തേക്കാണ് കേതു നിങ്ങൾക്ക് ജന്മത്തിലേക്ക് വരാൻ പോകുന്നത്. മകം പൂരം ഉത്തരത്തിക്കാലുകാർക്ക് ജന്മത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ ജന്മത്തിലേക്ക് 1.5 വർഷത്തേക്ക് കേതു വരുന്നുണ്ട്. മകം പൂരം ഉത്തരത്തിക്കാലുകാർ നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് രാഹു വരുന്നുണ്ടെന്നും 12ലാണ് ചൊവ്വയെന്നും. പക്ഷെ ചൊവ്വയ്ക്ക് ഈ മാസം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം. അതാണ് നിങ്ങളുടെ ജ്യോതിഷത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൊവ്വ ഇങ്ങോട്ട് വരുമ്പോൾ നിസ്സാരമായിട്ടല്ല പറയുന്നത്. നിങ്ങളുടെ ഈ ചിങ്ങക്കൂറുകാരായിട്ടുള്ള മകം പൂരം ഉത്തരത്തിക്കാലുകാർക്ക് നിങ്ങളുടെ യോഗകാരകൻ അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇന്നലെ വരെ പറഞ്ഞിട്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റത്തിലും ശനിയുടെ മാറ്റത്തിലും വന്ന കുറച്ച് ദോഷക്കാരണം എന്നെ ഒരുപാട് ചിങ്ങക്കൂറുകാർ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. വഴക്ക് പറയാന്ന് പറഞ്ഞാൽ അവരുടെ വിഷമം പറയുന്നതല്ല, എന്നെ വഴക്ക് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. അവർ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ബാക്കിയുള്ളവർക്കെല്ലാം അനുകൂലം പറയും, നിങ്ങൾക്ക് എന്താ ചിങ്ങക്കൂറുകാരുടെ വല്ല വിഷമമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചത്. അപ്പൊ അങ്ങനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. കേതു ജന്മത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ദോഷഫലങ്ങൾ കാണിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. നിങ്ങൾക്ക് അഷ്ടമഭാവത്തിലേക്ക് ശനി, അഷ്ടമത്തിൽ ശുക്രൻ, വ്യാഴം 11. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2.5 വർഷത്തേക്ക് ശനി അഷ്ടമത്തിൽ തന്നെയായിരിക്കും ചിങ്ങക്കൂറുകാർക്ക്. വ്യാഴം 11ലുണ്ട്. അതിൽ ചെറിയൊരു മാറ്റ വ്യത്യാസം ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 11ലാണ് വ്യാഴത്തിന്റെ സ്ഥിതി. ബാക്കിയുള്ള ഒരു ഗ്രഹത്തെ നിങ്ങൾ കണക്കൂട്ടണ്ട. രാഹുകേതുക്കളെയും മാത്രം എടുക്കുക, വ്യാഴത്തെയും ശനിയെയും എടുക്കുക, ബാക്കിയുള്ളവരെല്ലാം മാറും. ചൊവ്വ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇടവ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയുമല്ല, ചൊവ്വയുടെ മാറ്റം കൊണ്ടാണെന്ന് പറയുന്നത്. കാരണം ശുക്രൻ ഇങ്ങോട്ടും വരുന്നുണ്ട്. നിങ്ങളുടെ എവിടാ വരുന്നേ? ഭാഗ്യസ്ഥാനത്തോട്ട് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ശുക്രൻ ദാ ഇങ്ങോട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് ശുക്രൻ മാറുന്നുണ്ട്, ബുധനും മാറുന്നുണ്ട്. ബുധൻ ദാണ്ടെ ഇടവ മാസം 9ാം തീയതി മേടത്തിൽ നിൽക്കുന്ന, ഇപ്പം മേടത്തിലോട്ട് നിൽക്കുന്ന ബുധൻ മേടം ഇടവ മാസം 9ാം തീയതി മേടത്തിലോട്ട് വരും. ഇടവ മാസം 9ാം തീയതി ആദ്യം പറഞ്ഞ ആദ്യത്തെ ആഴ്ചയിലേ ഉള്ളൂ ദോഷം. അപ്പം ബുധൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ശുക്രനും നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അത് മെയ് മാസം പകുതി 30ാം തീയതിയോടുകൂടിയാണ് വരുന്നത്. മെയ് 30 ശുക്രൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് സാമ്പത്തിക ഗുണമുണ്ടാകുന്നെന്നും കുടുംബത്തിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകുമെന്നും വരുമാന മാർഗം ഉണ്ടാകുമെന്നും തൊഴിൽ മാർഗം വർദ്ധിക്കുമെന്നും ദേഹസുഖം ഉണ്ടാകുമെന്നും വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകുമെന്നും അത് ശുക്രനെ കൊണ്ടാണ് പറയുന്നത്. ശുക്രൻ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്, ചൊവ്വ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ചൊവ്വ വരുന്നത് വെറുതെ വരുമല്ല, കൈയും വീശി വരുമല്ല, വളരെയധികം വലിയ ഫലവും കൊണ്ടാണ് വരുന്നത്. അദ്ദേഹം നിങ്ങളുടെ യോഗകാരകനാണ് ചൊവ്വ. ബാക്കിയുള്ളവർക്കെല്ലാം നിങ്ങൾക്ക് അഷ്ടമത്ത് ശനി ഉണ്ടെങ്കിലും ചൊവ്വയുടെ വരവ് കാരണം, ശുക്രന്റെയും ബുധന്റെയും സഞ്ചാരം കാരണം, ചന്ദ്രന്റെ 28 ദിവസത്തെ സഞ്ചാരം കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇടവ മാസത്തിലെ ഈ പറഞ്ഞ ഫലം നിങ്ങൾ എഴുതി വെച്ചോളൂ. സാമ്പത്തിക ഗുണം, കുടുംബത്തിലും ബന്ധുജനങ്ങൾക്കും ആശ്വാസകരമായിട്ടുള്ള വാക്കുകൾ കേൾക്കാനുണ്ടാകും, പുതിയ വരുമാന മാർഗം കണ്ടെത്തും. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നതിൽ കുറച്ച് ശ്രദ്ധ വേണമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുക്രന്റെ വരവോടുകൂടി ദേഹസുഖം ഉണ്ടാവുക, ആരോഗ്യം വർദ്ധിക്കുക, അതുപോലെ തന്നെ വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാവുക, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുക, മനസ്സിന് സന്തോഷം ഉണ്ടാവുക. അതുപോലെ തന്നെ ഭാഗ്യത്തിന്റെ, അതുപോലെ വ്യാഴത്തിന്റെ, നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് വ്യാഴം നോക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് വ്യാഴം വിടുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പം
ഏഴിലേക്ക് വ്യാഴം നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനം ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള ഗുണം ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചൊവ്വ നീചഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ മാസം ഇടവ മാസം 24 വരെ നമുക്ക് ചില ബന്ധുജന വിരോധങ്ങൾ, വൈരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് മാറി വരും എന്നുള്ളതാണ് ഫലം പറയുന്നത്. അടുത്തതായിട്ട് ഇതിന് നിങ്ങളുടെ ദോഷ പരിഹാരം, നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഷ്ടമശനി നിൽക്കുന്നുണ്ട്, എപ്പോഴും ശനീശ്വരനെ പ്രാർത്ഥിച്ച് നീലാഞ്ജന വിളക്ക് കത്തിക്കുക. ജന്മത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഗണപതി ഹോമം ചെയ്യുക. 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ നാഗപ്രീതി വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക. ഈ ഒരു ഇടവമാസം പകുതിയാവുന്നതോടുകൂടി ശുക്രൻ ഇങ്ങോട്ട് വരുമ്പോൾ, ചൊവ്വ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ദോഷഫലങ്ങളെല്ലാം മാറി വരും. അടുത്തതായിട്ട് നമ്മൾ വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത്. വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പ്രാവശ്യം വ്യാഴം അഷ്ടമരാശിയിൽ, കേതു 10, രാഹു 4, ശനി 5, ശുക്രൻ്റെയും ബുധൻ്റെയും ആദിത്യൻ്റെയൊക്കെ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രധാനമായിട്ട് കർമാധിപതിയായിട്ടുള്ള, ചന്ദ്രാൽ കർമാധിപതിയായിട്ടുള്ള ആദിത്യൻ്റെ ദൃഷ്ടി നേരെ വൃശ്ചികൻ രാശിയിലേക്ക് വരിക. ബാക്കിയുള്ളവരെല്ലാം മാറിയാലും കർമ്മപുരോഗതി ഉണ്ടാകും. അതാണ് ആദ്യം പറയാനുള്ളൊരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് നമുക്ക് സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും. ആദിത്യൻ്റെ വരവോടുകൂടി പഠന ഗുണം ഉണ്ടാകും, ആരോഗ്യപരമായിട്ടുള്ള വർധന ഉണ്ടാവും, തൊഴിൽ പുരോഗതി ഉണ്ടാവും, എവിടുന്നെങ്കിലും നമുക്ക് കിട്ടാനുള്ള പുരോഗതി, ധനപുരോഗതി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഈ കർമ്മപുരോഗതി, അതായത് തൊഴിൽ ചെയ്ത പൈസ ഈ ബ്ലോക്കായിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടാവും, അത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഈ പ്രോഡം ഫണ്ട്, ഗ്രാറ്റുവിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കേസിലും വഴക്കിലൊക്കെ പെട്ട് കിടക്കുന്നവർക്ക്, അതുപോലെ തന്നെ ആരെങ്കിലും കടം മേടിച്ചിട്ട് കിട്ടാതെ കിടക്കുന്നത്, അല്ലെങ്കിൽ കുടുംബോഹരി പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ പറയുന്നുണ്ട്. ഇടവമാസത്തിൽ വന്നു ചേരാനുള്ള ഭാഗ്യം പറയുന്നുണ്ട്. കർമ്മത്തിലെ ഈ സ്ഥിതികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അനുകൂല ഫലമല്ല കൂടുതലുള്ളത്. പക്ഷേ ആദിത്യൻ്റെ മാറ്റത്തോടു കൂടിയും ശുക്രൻ്റെ ഇടവത്തിലേക്കുള്ള സഞ്ചാരം വരുന്നുണ്ട്. അപ്പോൾ ശുക്രൻ്റെ ഇടവത്തിലേക്കുള്ള സഞ്ചാരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുധൻ ഇടവത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫലസിദ്ധി കൊണ്ട് അനുകൂല ഫലങ്ങളാണ് പറയുന്നത്. കുറച്ച് ദോഷഫലങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, നെയ്വിളക്ക്, പാൽപ്പായസം പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കർമ്മത്തിൽ നിൽക്കുന്ന കേതു കൊണ്ടതുകൊണ്ട് നിങ്ങൾ ഗണപതി ഹോമം ചെയ്യുക. 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് കുടുംബക്ഷേത്രത്തിലെ നാഗദൈവങ്ങൾക്ക് വഴിപാട് നടത്തി പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇടവമാസത്തിലെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും. അടുത്തതായിട്ട് പറയുന്നത് കുംഭക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. കുംഭക്കൂറുകാർക്ക് ശനി, ശുക്രൻ 2ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്ത്, ആദിത്യൻ 4ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്ത്, വ്യാഴം 5ാം ഭാവത്തിൽ വളരെ അനുകൂല സ്ഥാനത്ത്, ചൊവ്വ 6ാം ഭാവത്തിൽ നിന്നും ഇടവമാസം 24ാം തീയതിയോടുകൂടി ഇങ്ങോട്ട് മാറും. കുംഭത്തിൽ നിങ്ങൾക്ക് രാഹു നിൽക്കുന്നത്, ജന്മത്തിൽ രാഹു നിൽക്കുന്നത് നമുക്ക് കുറച്ച് ദോഷമുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളിലേക്കുള്ളത് കൊണ്ടും മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളെ കൊണ്ടും നിങ്ങൾക്കുണ്ടാകുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു പോകും എന്ന് പറയുന്നുണ്ട്. അതായത് ശുഭകരമായിട്ടുള്ള വാർത്തകൾ വന്നു ചേരും. ധനപുരോഗതി അങ്ങനെ തന്നെ നിൽക്കും. ധനപുരോഗതി, ഐശ്വര്യം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ തീർക്കാനുള്ള വഴി കിട്ടും. എന്തെങ്കിലും നമുക്ക് പൈസ മുടങ്ങിക്കിടക്കുന്ന, ഈ തിരിച്ചടവൊക്കെ മുടങ്ങിക്കിടക്കുന്നതിന് തീരാനുള്ളൊരു വഴി തെളിഞ്ഞു വരും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ചിട്ടുള്ള ലാഭം ഉണ്ടാകും. പിന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥിതി കാരണം കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. കുടുംബകലഹങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുറച്ച് ഇണക്കത്തിൽ നിൽക്കുന്നവർ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വലിയ വലിയ സൗന്ദര്യ പിണക്കം ആക്കാതെ നോക്കുക. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അത് ഈ ഒരു ഇടവമാസത്തിലെ ഫലം മാത്രമല്ല, 1.5 വർഷത്തെ ഫലമായി പറയുന്നത് ഇതിൻ്റെ. കാരണം ഇവർക്ക് മാറ്റമില്ല. അപ്പം അവിട്ടത്തരയും ചതയും പോരുരുട്ടാതി മുക്കാലുകാരായിട്ടുള്ള കുംഭക്കൂറുകാർ, നമുക്ക് ശനിയുടെ സ്ഥിതി മാറ്റമില്ല, വ്യാഴത്തിൻ്റെ സ്ഥിതി മാറ്റമില്ലാത്തത് കൊണ്ട് ദൈവാധീന അനുകൂലമായിട്ടുണ്ട്. ധനപരമായിട്ടുള്ള കാര്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ രോഗങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട്. ഇത് മാറാൻ വേണ്ടിയിട്ട് നാഗപ്രീതി വരുത്തുക. ഭാര്യയുടെ പേരിൽ നിങ്ങൾ കേൾക്കുന്ന ആൾ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിൽ ഗണപതി ഹോമം നടത്തുക, കറുകമാല ചാർത്തുക, മോദകം വഴിപാട് നടത്തുക, ഉണ്ണിയപ്പം വഴിപാട് നടത്തിയിട്ട് അത് ഗണപതി ഹോമം ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ഒരു നെയ്യ് കൊണ്ട് വിളക്ക് കത്തിക്കാം, ഒരു നാളികേരം ഉടയ്ക്കാം.
നാഗപ്രീതി വരുത്തണം. ജന്മത്തിൽ നിൽക്കുക, നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പോയിട്ട് അതിപ്പോൾ സ്ത്രീയാ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പോയി വിളക്ക് കത്തിക്കണം. പുരുഷനാ കേൾക്കുന്നെങ്കിൽ പുരുഷൻ പോയി ചെയ്യണം. പുരുഷനാ കേൾക്കുന്നെങ്കിൽ ഭാര്യയുടെ പേരിൽ ഗണപതി ഹോമം ചെയ്യണം. അപ്പം ആ ദോഷം ഉറപ്പായിട്ടും വിട്ടൊഴിഞ്ഞ് മാറിയിട്ട് നിങ്ങൾക്ക് ഈ ദോഷത്തിന് നിൽക്കുന്ന ഇവർ രണ്ടുപേരുമാണല്ലോ. അപ്പോൾ അവരെ അനുകൂലമാക്കി കൊണ്ടുവരിക. ചൊവ്വ ഗുണസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെ അനുഗ്രഹിച്ച് നിൽക്കുന്ന രണ്ടുപേരും, ഒന്ന് ശനിയും ഒന്ന് വ്യാഴവുമാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെ ഒരു കാരണവശാലും കൈവിടരുത്. ശനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2ാം ഭാവത്തിൽ ശനി വന്നാൽ എപ്പോഴും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, കുങ്കുമാർച്ചന, വെണ്ണ നിവേദ്യം, അതുപോലെ തന്നെയുള്ള വഴിപാടുകൾ, ഹനുമാൻ ഗായത്രി മന്ത്രമോ ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാത് എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക. 5ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനത്തൊക്കെ നിൽക്കുന്ന നമ്മുടെ വ്യാഴത്തിൻ്റെ അനുകൂലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ബൃഹസ്പതിയുടെ മന്ത്രം ജപിക്കുക. അപ്പം ഇത് നമുക്ക് ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതി എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. നാഗപ്രീതി വരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മേടക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മേടക്കൂറുകാർക്ക് 11-ൽ രാഹു ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. 1.5 വർഷത്തേക്ക് രാഹു അനുകൂല സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും, സാമ്പത്തിക പ്രയാസങ്ങളൊന്നും പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല. ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റം 5ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ചൊവ്വ നീചം വിട്ട് മാറുകയാണ്. അതുകൂടാതെ ചന്ദ്രലഗ്നാധിപനും കൂടിയാണ് ചൊവ്വ. കംപ്ലീറ്റ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നുണ്ട്. ശനി 12-ൽ നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ 7.5 കണ്ടകാല ശനിയുടെ വിഷയമുണ്ട്. ശുക്രൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ബുധൻ ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശുക്രനും ബുധനും കയ്യിലുള്ളത് വന്നിട്ട് പോകുന്നുണ്ട്. ഉടനെ എങ്ങും കയ്യിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടനെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. 12-ൽ നിൽക്കുന്ന ശനി കാരണം നിങ്ങൾക്ക് 10ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമായിട്ടുള്ള ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ദേഹാരിഷ്ടതകൾ, ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരിക, ധനനഷ്ടം ഉണ്ടാവുക, ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ കൂടുതലായിട്ട് ചിലവാകുന്ന ഒരു കാര്യം വരും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേതു 5ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സന്താനങ്ങൾ, മുതിർന്നവരാണെങ്കിൽ അവരുടെ സന്താനങ്ങൾക്ക് കുറച്ച് വിഷമതകൾ വരുന്ന സമയമായതുകൊണ്ട് പിള്ളേരുടെ പേരിൽ, നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ ഗണപതി ഹോമം നടത്തുക. നേരത്തെ ഭാര്യയുടെ പേരിൽ നടത്താൻ പറഞ്ഞത് ഈ മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് നിങ്ങളുടെ 1 വയസ്സ് മുതലുള്ള കുട്ടികളുടെ പേരിൽ, ചോറൂണ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ പേരിൽ നിങ്ങൾ ഗണപതി ഹോമം ചെയ്തു കൊടുക്കുക. അവരുടെ പേരിൽ നടത്തുക, ഗണപതി ഹോമം ചെയ്യുക. നിങ്ങൾക്ക് അനുകൂലിച്ച് നിൽക്കുന്ന ആൾ രാഹുവാണ്. രാഹുവിന് വേണ്ടി നാഗപ്രീതി വരുത്തുക. ദോഷമായിട്ട് നിൽക്കുന്ന കേതുവിന് വേണ്ടിയിട്ട് കുട്ടികളുടെ പേരിൽ ഗണപതി ഹോമം ചെയ്യുക. ചൊവ്വ അനുകൂല സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ചന്ദ്രലഗ്നാധിപൻ വരുന്നതോടുകൂടി ഈ മാനസിക പ്രയാസങ്ങളൊക്കെ മാറി വരും. ചൊവ്വ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കത്തില്ല. ഏകദേശം ഒരു 60 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ആൾ വീണ്ടും ഇങ്ങോട്ട് മാറും, പിന്നെ ഇങ്ങോട്ട് പോകും. വ്യാഴം മാറുന്നില്ല, 1 വർഷത്തേക്ക് ഇങ്ങോട്ട് മാറുന്നില്ല. ശനിയും മാറുന്നില്ല. അപ്പം അശ്വതി ഭരണി കാർത്തിക കാലുകാർക്കുള്ള ദോഷഫലത്തിന് വേണ്ടിയിട്ട് സന്താനങ്ങളുടെ പേരിൽ ഇത് നടത്തുക. മനഃശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക, രുദ്രസൂക്ത മന്ത്രാർച്ചന നടത്തുക, കൂവളത്തിൻ്റെ മാല ചാർത്തുക. ലാഭസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ അനുകൂലമായിട്ടുള്ള ഗുണഫലം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കത്തിക്കുക. മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി പോലുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. അപ്പം മേടക്കൂറുകാരുടെ ഫലം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നു ഇടവക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇടവക്കൂറുകാരുടെ ഫലം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജന്മത്തിൽ വ്യാഴം നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് ജാതകപ്രകാരം നിങ്ങൾ നോക്കുക, 7ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമാണ് നമുക്ക്. അപ്പോൾ കേന്ദ്രാധിപത്യ ദോഷമുള്ളൊരു നാളുകാരാണ്. പക്ഷേ എങ്കിൽ പോലും വ്യാഴം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, സർവേശ്വരകാരകനാണ്. നിങ്ങൾക്ക് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ മേടത്തിൽ ഈ ആൾ വരത്തുള്ളൂ. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 2037 നിങ്ങൾക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇത് പാപഗ്രഹമല്ല, ഏറ്റവും ശുഭഗ്രഹമാണ്, സർവേശ്വരകാരകനാണ്. അപ്പോൾ സർവേശ്വരകാരകൻ വന്നു കഴിയുമ്പോഴത്തേക്കിന് വസ്ത്രാഭരണ ധനയോഗം ഉണ്ടാകാനും, പുതിയ വാഹനങ്ങളൊക്കെ എടുക്കാനും, അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു കാര്യം നമുക്ക് വരും. പുതിയ ആശയങ്ങൾ വരും, നമ്മുടെ മുന്നിൽ വരും. കർമ്മത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട്, കർമ്മത്തിലും ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭാഗ്യാധിപനാണ് ശനി. മിഥുന ലഗ്നക്കാർക്ക്, മിഥുന ലഗ്നം എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന മകേരത്തരയും തിരുവാതിരയും പുണർന്നത്തിൽ മുക്കാലുകാർക്ക് നിങ്ങളുടെ ഭാഗ്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുടച്ച് നിങ്ങൾ എപ്പോഴും പറയണം, എൻ്റെ ശനിയാണ് എൻ്റെ ഭാഗ്യാധിപൻ. ഒരിക്കലും നിങ്ങൾക്കത് മാറുന്നില്ല. ഞാൻ നേരത്തെ ഭാഗ്യാധിപന്റെയും ധനാധിപന്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വീഡിയോയിലേക്ക് ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ ഇത് എല്ലാം പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കൊണ്ട് ഇച്ചിരി ലെങ്ത് കൂടിയാലും നിങ്ങൾക്ക് വേറെ വീഡിയോസിലൊന്നും പോയി തലയിട്ട് സമയം കളയേണ്ട കാര്യമില്ല. ഇത് മൊത്തം കേട്ട് കഴിഞ്ഞാൽ
ഞാൻ വരച്ചിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമുണ്ട്. ജന്മത്തിൽ മിഥുനക്കാർക്ക് ജന്മത്തിൽ എന്ന് പറഞ്ഞാൽ വ്യാഴം അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ജന്മം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 10ാം ഭാവം എണ്ണിക്കൊള്ളുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മസ്ഥാനമാണ്, നമ്മുടെ പ്രവൃത്തി സ്ഥാനമാണ്, നമ്മുടെ തൊഴിൽ സ്ഥാനമാണ്. അവിടെ ആര് നിൽക്കുന്നു? ശനി നിൽക്കുന്നു. ശുക്രനെ കൂട്ടണ്ട, ശുക്രൻ പോയിക്കൊണ്ടിരിക്കുകയല്ലയോ. അവരൊക്കെ 28 ദിവസം കഴിയുമ്പോൾ ചാടി അപ്പുറത്ത് പോയി. ഇവരങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പൈസ കുറച്ചു കാലം ജോലി കിട്ടും, കുറച്ചു കാലം ജോലി ഇല്ലാതിരിക്കും, പിന്നെ കുറച്ചു കാലം ജോലി കിട്ടും, പിന്നെ കുറച്ചു കാലം ജോലി ഇല്ലാതിരിക്കുക. ശുക്രന്റെ ഓട്ടം കാരണമാണ് ഈ തൊഴിലാളികൾക്ക് ധനപരമായിട്ടുള്ള കാര്യം വെച്ച് കുറച്ച് ദിവസം ലോട്ടറി അടിക്കും, ചിലപ്പോൾ ലോട്ടറി അടിക്കത്തില്ല, ഇങ്ങനെ കാശ് കുറേ നഷ്ടം വരും. ഇങ്ങനെയൊക്കെ വരത്തില്ല. ലോട്ടറി എടുക്കുന്ന ലോട്ടറി മൊത്തം വിറ്റ് തീർന്ന് ചിലപ്പം 10 ദിവസം നമ്മുടെ കയ്യിലിരുന്ന്. ഹോട്ടലുകാർക്ക് കുറച്ച് ദിവസത്തെ നല്ല കച്ചവടം നടന്ന് അത് കഴിയുമ്പോൾ കുറച്ച് ഡിമ്മായി. ഉത്സവ സീസൺ ആകുമ്പോൾ കുറച്ച് ഗുണമുണ്ടായി. അങ്ങനെ അപ്പോൾ നമ്മൾ പറയാൻ പോയാൽ ഇതൊരു 3-4 മണിക്കൂർ എടുക്കും എന്നുള്ളത് കൊണ്ട് ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറയുവാണ്. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം മിഥുന ലഗ്നക്കാർക്ക് 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇങ്ങോട്ട് മാറുന്നുണ്ട്. നീചത്തിൽ, ധനസ്ഥാനത്താണ് ചൊവ്വ നീചത്തിൽ നിൽക്കുന്നത്. അത് മാറ്റം വരുന്നുണ്ട്. അത് അനുകൂലമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. രാഹുവിൻ്റെ സ്ഥിതി 9ാം ഭാവത്തിൽ അത്ര നല്ലതല്ല. അപ്പം 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷം മാറാൻ പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. 3ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു കാരണം കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകും. കുടുംബം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറവായിരിക്കും, കുടുംബത്തിലുണ്ടാകും. അപ്പം നിങ്ങൾ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്ന കുടുംബ ബന്ധുജനങ്ങളും സഹോദരങ്ങളുമായിട്ടൊക്കെ വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ അത് വളരെയധികം സൂക്ഷിച്ചുകൊള്ളുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്ക് സന്തോഷാനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഗുണങ്ങളൊക്കെ വരുന്നുണ്ട്. മനഃശാന്തി ഉണ്ടാകുമെന്നും ധനാഭരണ വസ്ത്രാഭരണ ലാഭങ്ങൾ ഉണ്ടാകുമെന്നും കർമ്മത്തിൽ നല്ല സ്ഥിരതയായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്നും ഭാഗ്യാധിപൻ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ ഒരു ഉറച്ച ഗുണം ഉണ്ടാകുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അനുകൂലിച്ച് നിൽക്കുന്ന വ്യാഴത്തിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയിട്ട് പ്രാർത്ഥിക്കുക. കർമ്മത്തിൽ നിൽക്കുന്ന ശനിയെ തൃപ്തിപ്പെടുത്താൻ ഹനുമാൻ സ്വാമിയെ തന്നെ വിളിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സിന്ദൂരം, കുങ്കുമം, സിന്ദൂരം എന്ന് പറയത്തില്ല, കുങ്കുമം വേറെ, സിന്ദൂരം വേറെ. അതൊക്കെ ആളുകൾക്ക് പഠിക്കണം. മഞ്ഞളും ഇത് ചേർന്നതാണ് കുങ്കുമം എന്ന് പറയുന്നത്. മഞ്ഞളുടെ മണമായിരിക്കും, മഞ്ഞൾ കുങ്കുമം എന്ന് പറയും. ഇത് ഹനുമാൻ സ്വാമിക്ക് വലിയ ഇഷ്ടമാണ്. മഞ്ഞൾ കുങ്കുമം കലശവാടിയിട്ട് ഹനുമാനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ സന്തോഷം വേറൊന്നും വരാനില്ല. വെറ്റില മാല കൊണ്ട് മാലയാർത്തിക്കൊണ്ട് കുങ്കുമാർച്ചന നടത്തി കഴിഞ്ഞാൽ ക്ലീൻ, രക്ഷപ്പെട്ട്. നമ്മളെപ്പോഴും ആലോചിക്കണം, ഹനുമാൻ സ്വാമി ഒരു ജിമ്മനാണ്. അപ്പോൾ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. വെണ്ണ നിവേദിച്ചു കഴിഞ്ഞാൽ കക്ഷി എന്തും തരും. അപ്പം ഹനുമാൻ സ്വാമിയുടെ പൂജ ചെയ്യുന്ന ഒരു ഭക്തനും ഒരിക്കലും വിഷമിക്കേണ്ട ഒരവസ്ഥ വരത്തില്ല. ചില ആളുകൾ കുറച്ചു കാലത്തേക്ക് പോയിട്ട് ചാത്തൻ അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ സേവിച്ചിട്ട് പോവും. സേവിക്കുന്ന കാലം വരെ ചിലപ്പോൾ അനുകൂലമായിട്ട് നിൽക്കും. നമ്മളൊന്ന് കൈ ഒഴിഞ്ഞ് നമുക്കൊന്ന് ക്ഷീണം വന്നിരിക്കുക, എന്നാൽ പിന്നെ ആട്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കൈ തന്നിട്ടുള്ളതും പിന്നെ ഇച്ചിരി കടകൂട മേടിച്ചുകൊണ്ട് അവരങ്ങ് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത് എന്നുള്ളതാണ് നമ്മൾ. ദുർമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് കുറച്ചു കാലത്തേക്ക് ഗുണമുണ്ടാകുമെങ്കിലും സ്ഥായിയായിട്ട് അവർക്ക് ഒരിക്കലും പിന്നെ രക്ഷപ്പെടാനൊക്കാത്ത വിധം, നമ്മൾ പറയുന്നില്ല, ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മരണമാണ് പിന്നെ അവരുടെ രക്ഷ. ഇനി ഞാൻ എപ്പോൾ രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ മരിക്കുന്നതോടുകൂടിയേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയും ചില രോഗികൾക്ക്. ചില ഡോക്ടർമാർ പറയത്തില്ല, ഇനി ഇവിടെ കിടത്തിയിട്ട് വെറുതെ കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചാൽ മതി എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല, തീർന്നു എന്നതിൻ്റെ അർത്ഥം. എന്ത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങളുടെ കർമ്മത്തിൽ നിൽക്കുന്ന ശനിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുക. ദുർമൂർത്തികളെയൊന്നും ആരാധിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാവുന്നത്. ചാത്തൻ, അതുപോലെ തന്നെ കള്ള്, കോഴി, ഇതൊക്കെ വെക്കുക എന്ന് പറയുന്നത് തന്നെ ദുർമൂർത്തികളാണ് അതൊക്കെ കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അത് കേൾക്കുക. ഒരുപാട് പേര് അങ്ങനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് കുറച്ചു കാലം ഗുണം ചെയ്യും, പിന്നെ കുറച്ചു കാലം കഴിയുമ്പം ആരും കാണത്തില്ല ആ സമയത്ത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. ഒരുപാട് പേര് നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് ഭീഷണികളൊക്കെ പറയുന്നുണ്ട് ചില സ്ഥലത്തു നിന്ന്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. കാരണം ഇതൊക്കെ ഇപ്പോൾ പൊട്ടിമുളച്ചിട്ടുള്ള ആളുകളൊക്കെയാണ്. അതിന് മുമ്പുള്ളതാണ് സുബ്രഹ്മണ്യനും, ഹനുമാന്, ശിവഭഗവാന്, ഭദ്രകാളി ദേവി, ദുർഗാദേവി, ഇങ്ങനെ കിടപ്പുണ്ട്, നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സാധാരണഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നും ഫലം ചെയ്യാതിരിക്കുന്നതല്ല, നമ്മുടെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ ആദ്യ പാർട്ടിൽ ഞാൻ അതിൻ്റെ വിവരം പറഞ്ഞിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ ദശാകാലമാണെങ്കിലും ശുക്രൻ്റെ ദശാകാലമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഫലം ഉണ്ടാകാതെ വരുന്നത് അവരുടെ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ്. അപ്പം 16 വർഷവും 20 വർഷവും ശുക്രദശ ഉള്ളതുകൊണ്ട് 16 വർഷം ഞാൻ ഈ ദുരിതം അനുഭവിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട.
അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൂടെ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് ബാക്കി പറയാം. ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമുക്കിപ്പോൾ ശുക്രൻ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. ശുക്ര ദശാകാലമാണെങ്കിൽ ശുക്രന്റെ സ്റ്റോൺ ഇടാൻ പറ്റുമോ എന്ന് നോക്കണം. ഡയമണ്ട് കല്ല് നമ്മുടെ വലത് കൈയിലെ ചെറുവിരലിൽ ധരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. എല്ലാ വെള്ളിയാഴ്ചയും മഹാലക്ഷ്മി ദേവിക്ക് ഒരു താമരമുട്ടിന്റെ മാല ചാർത്തുകയോ അല്ലെങ്കിൽ ഒരു ശ്രീസൂക്ത മന്ത്ര അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ കഴിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ശുക്രന്റെ പ്രശ്നം മാറിക്കിട്ടുക തന്നെ ചെയ്യും. വ്യാഴദശാകാലമാണെങ്കിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം യൂട്യൂബിൽ കിട്ടുമല്ലോ, അതിരുന്ന് കേൾക്കാം. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിക്കാം. മഹാവിഷ്ണുവിന് ഞാൻ ഇന്നലെ ഒരു പഞ്ചാംഗം വായിച്ചപ്പം പഞ്ചാംഗത്തിൽ എഴുതിയിട്ടുണ്ട്, വ്യാഴത്തെ അനുകൂലിച്ചു കൊണ്ടുവരാൻ ഒരു പ്രത്യേകമായ ഒരു ക്ഷേത്രത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അവിടെ കദളിപ്പഴം കൊടുത്ത് പട്ടുകോണകം കൊടുത്തിട്ട് കുറേ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ദൈവം മറക്കത്തില്ല, കൈവിടത്തില്ല എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ആ പഞ്ചാംഗത്തിൽ എഴുതിയിരിക്കുക. അപ്പം ഇങ്ങനെ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗൾഫിലിരിക്കുന്ന ആളോ ഈ ലണ്ടനിലിരിക്കുന്ന ആളോ നൈജീരിയയിലിരിക്കുന്ന ആളോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉടനെ പോയി ആ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്താൻ പറ്റൂ. എങ്കിൽ മാത്രമേ എനിക്ക് അനുകൂലം ഉണ്ടാകത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. വൈഷ്ണവം ലോകവ്യാപകമാണ്. നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചോ, വായു ഉള്ളിടത്തിരുന്ന് വിളിക്കുന്നു, അത് കേൾക്കും. ആര് കേൾക്കും? സാക്ഷാൽ മഹാവിഷ്ണു കേൾക്കും. എങ്ങനെ? ഒരു വ്യക്തിയായിട്ടിരുന്ന് ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, പ്രപഞ്ചത്തിലൂടെയാണ് അത് കേൾക്കുന്നത്. നമ്മൾ ജപിക്കുന്ന നാമത്തിലൂടെ വായുവിലൂടെ കേൾക്കും, അഗ്നിയിലൂടെ കേൾക്കും. അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട്, ജഡരാഗ്നിയായിട്ട്. ശിരസിൽ ആകാശമുണ്ട്, പാദത്തിൽ ഭൂമിയുണ്ട്. അപ്പം പഞ്ചഭൂതാത്മകമായിട്ട് ജലം, വായു, അഗ്നി, ആകാശം, ഭൂമിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ഇരിക്കുന്നിടത്ത് വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലവും വരും. ചിലർ പറയാറുണ്ട്, ഞാൻ ഗൾഫിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് പറയുന്നുണ്ട്. അപ്പം കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പം കഷ്ടപ്പെടുന്ന ദുരിതമാണല്ലോ. അപ്പം ദുരിതം നിങ്ങൾ അടുത്ത് വന്നല്ലോ, ദുബായ് വന്നല്ലോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്നല്ലോ, ഇംഗ്ലണ്ടിൽ വന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നല്ലോ. അപ്പം അനുകൂലവും നമ്മളെ തേടി വരും. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ നിങ്ങൾക്ക് അത് അനുകൂലമായിട്ട് വരും. അടുത്തതായിട്ട് നമ്മൾ കന്നിക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ഒന്നും നോക്കണ്ട, 10ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, ആദിത്യൻ 9ാം ഭാവത്തിൽ വരുന്നുണ്ട്. ശുക്രനും ശനിയും, ശുക്രൻ മാറും, ശനി അനുകൂലം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ രാശിയിൽ നിന്നുകൊണ്ടാണ്. ഒരുപാട് പേര് കന്നിക്കൂറിൻ്റെ 7ാം ഭാവത്തിൽ ശനി ഉണ്ടല്ലോ, കണ്ടകശനി അല്ലയോ, നിങ്ങൾ എവിടുത്തെ ജ്യോത്സ്യരാണെന്നൊക്കെ പറഞ്ഞ് ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അവരറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ാം ഭാവം, നിങ്ങൾക്ക് ത്രികോണാധിപനും കൂടിയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് കേന്ദ്രസ്ഥാനത്തുമാണ് നിൽക്കുന്നത്, വ്യാഴത്തിൻ്റെ രാശിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അഷ്ടമത്തിലോട്ട് ശനി മാറും. 2.5 വർഷം കഴിയുമ്പോൾ മേടത്തിലോട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശനിയുടെ ദോഷം അനുഭവിക്കാൻ പോകാൻ പോകുന്നത്. ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരയും കന്നിക്കൂറുകാർക്ക് ശനി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ശനി അനുകൂല ഭാവത്താണ് നിൽക്കുന്നത്. ശനിക്ക് നിങ്ങളിപ്പോൾ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ പോയി ഹനുമാൻ സ്വാമി പൂജ ചെയ്യണം. 7ാം ഭാവത്തിൽ വന്നാൽ ഹനുമാൻ സ്വാമിയെ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ നീലാഞ്ജന വിളക്ക് കത്തിച്ചാലും നല്ലതായിരിക്കും. നിങ്ങൾക്ക് കർമ്മത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ട്, കർമ്മത്തിൽ വ്യാഴം എന്ന് വെച്ചാൽ കർമ്മം എന്താണോ കർമ്മം. ചിലർ പറയും പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറയുന്നില്ലല്ലോ എന്ന് പറയും. അവർക്ക് കൂടെ ചേർത്തായി പറയുന്നത്. അപ്പം കർമ്മം എന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടിയുടെ കർമ്മം പഠിക്കുകയാണല്ലോ. അപ്പം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക. 12ലേക്ക് വരുന്നുണ്ട് ആര്? ചൊവ്വ. അത് ഇപ്പോഴല്ല, ആ ഒരു ഫലം ഇപ്പം പറയേണ്ട കാര്യമില്ല. ഈ മാസം അവസാനം നമ്മൾ ഇടവമാസത്തിലെ ഫലമാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഴം നിൽപ്പുണ്ട്. നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുന്ന കേതു പുറകിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള ഫലം എന്ന് പറഞ്ഞാൽ പരിശ്രമങ്ങൾക്കെല്ലാം വിജയം ഉണ്ടാകും. ദീർഘകാലമായി തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. രാഹു 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ശത്രുക്കൾക്കെല്ലാം ശത്രുദോഷങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ശത്രുദോഷം മാറി കിട്ടും. അതുപോലെയൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ്. ഭാഗ്യസ്ഥാനത്ത് ആദിത്യം നിൽപ്പുണ്ട്. ഇങ്ങനെ പൊതുവെ ഗുണസ്ഥാനമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ 12 നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞ് മാറാൻ ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതി വരുത്തുക, വ്യാഴത്തെ അനുകൂലപ്പെടുത്താൻ വിഷ്ണു പൂജ ചെയ്യുക, ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക. കന്നിക്കൂറുകാരുടെ ഫലം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നേരെ മീനക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. എന്തിനങ്ങനെ പറയുന്നത്? ഇത് ഇങ്ങനെ അല്ലാതെ നമ്മളിങ്ങനെ മേടം, ഇടവും, മിഥുനം, കർക്കിടകം എന്ന് പറയുന്നത് തെറ്റാണ് ജ്യോതിഷത്തിൽ. അങ്ങനെ പറയരുതെന്നാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യം കേന്ദ്രസ്ഥാനത്തെ ഞാൻ പറഞ്ഞത്, പിന്നെ 5ാം ഭാവം ത്രികോണഭാവത്തിലോട്ട് പോയിട്ട് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മീനക്കൂറുകാരുടെ ഫലം. മീനക്കൂറുകാർക്ക് ജന്മത്തിൽ ശനിയും 10ൽ വ്യാഴവും. മിഥുനക്കൂറുകാർക്ക് തിരിച്ചാ പറഞ്ഞത്, ജന്മത്തിൽ വ്യാഴം 10ൽ ശനി. അതുപോലെ തിരിച്ച് വിചാരിക്കണം, നിങ്ങൾക്ക് ജന്മത്തിൽ ശനി 10ൽ വ്യാഴം, 4ൽ വ്യാഴം.
ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം. പക്ഷേ ശനിയുടെ സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 12ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. അപ്പം നിങ്ങൾക്ക് ധനം ഇറങ്ങിപ്പോകുന്നതിന് പല വിധത്തിൽ വഴി വരും. വണ്ടി ഇല്ലാതിരിക്കുന്ന വണ്ടിക്കൊരു പണി ഉണ്ടാകുക, ഒരു 20,000 രൂപ ആ വഴിക്ക് അങ്ങ് മാറി, ഒരു ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പം ഇങ്ങനെ ഓരോ വഴി പറയുമല്ല, അങ്ങനെ പണം പാഴ്ചെലവായി പോകും. നിങ്ങൾക്ക് തടയാൻ ശ്രമിച്ചാലും നടക്കത്തില്ല, പക്ഷേ പണവും വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ഇനി ശുക്രൻ ഈ വഴി കൂടെ പോകാൻ പോകുന്നത്, ഇങ്ങനെ പോകാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി ദോഷം വരണമെങ്കിൽ ഇനി ഒരു 1, 2, 3, 4, 5, 6 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കിന് ഒരു ശുക്രൻ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ദോഷം വരും. 6 മാസം എന്ന് പറയുമ്പോൾ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ദുരിതം വരും, ശുക്രന്റെ സഞ്ചാരം മാറുന്ന വഴിക്കനുസരിച്ച്. അപ്പം ഇനി ശുക്രൻ നിങ്ങളുടെ ഈ ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ആർക്ക്? മീനക്കൂറുകാർക്ക്. ബുധനും ക്ലോക്ക് വൈസിലോട്ട് പോവുക, ആദിത്യൻ ക്ലോക്ക് വൈസിലോട്ട് പോവുകയാണ്, ചൊവ്വ ഇവിടെ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 180 ഡിഗ്രി എന്ന് പറയുന്നത്, ഇത് 180 ഡിഗ്രിയാ, ഇത് 180 ഡിഗ്രിയാ. അപ്പം 360നെ 2ആയിട്ട് ഭാഗിക്കുന്നതാണല്ലോ 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം മീനക്കൂറുകാർക്ക് 180 ഡിഗ്രിയിൽ ആരൊക്കെയുണ്ട്? ശുക്രന്റെ സഞ്ചാരം നടക്കുന്നു, ബുധന്റെ സഞ്ചാരം നടക്കുന്നു, ആദിത്യന്റെ അപഹാരം നടക്കുന്നു, വ്യാഴത്തിന്റെ അപഹാരം നടക്കുന്നു, ചൊവ്വയുടെ അപഹാരം നടക്കുന്നു. ഇത് ജ്യോതിഷന്മാർക്ക് എത്ര പേര് പറഞ്ഞു തരും? മറ്റുള്ളവർ മോശം, ഞാൻ നല്ലതെന്ന് പറയല്ല. ഇത് നിങ്ങൾക്ക് അവർക്ക് ഇത് വരച്ച് കാണിച്ചു തന്ന് പറയണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. എല്ലാ ജ്യോതിഷന്മാരും ഫോണെടുത്ത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വീഡിയോയിലോട്ട് നോക്കിയിരിക്കുക, കുറച്ച് മ്യൂസിക് ഇടുക, പിന്നെ കുറച്ച് പേരുടെ കാര്യം അങ്ങനെ വരും ഇങ്ങനെ വരും പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. അപ്പം ശനിയും ഈ ഭാഗത്തിലേക്കാണ് ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ആകെപ്പാടെ ദോഷമായിട്ട് നിൽക്കുന്ന ഒരാളെയാൾ കേതുവാണ്. കേതു 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ സൂക്ഷിക്കണം, ശത്രുക്കളെയും സൂക്ഷിക്കണം. ഇത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ശത്രുക്കളെ നയത്തിൽ നിർത്തണം, രോഗത്തെ തുടക്കത്തിലെ വെട്ടണം. എന്ന് വെച്ചാൽ എന്താ? ഉടനെ പോയി മരുന്ന് കഴിക്കണം എന്നല്ല പറയുന്നത്. രോഗാവസ്ഥ വരാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മളതിനെ തടയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനി വരാൻ നേരത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള മരുന്ന്, വിശ്രമം, അത് കൂടുന്ന പനിയാണോ അതല്ല വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നതാണോ, ഒരു ചെറിയ നെഞ്ചുവേദന വരുമ്പോൾ ECG എടുത്ത് നോക്കുക, ഒരു മെഡിക്കൽ ചെക്കപ്പ് വെറുതെ ഒന്ന് നടത്തി വെച്ചേക്കുക. പിന്നെ കർമ്മത്തിൽ നിങ്ങൾക്ക്, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുള്ളവർക്ക് ഇച്ചിരി ബലം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പല വഴിക്കൂടെയും പാരകൾ വന്ന് വരാനുള്ള സാധ്യത, പ്രധാനമായിട്ട് തൊഴിലിടങ്ങളിൽ നിങ്ങൾ അറിയാതെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് ജോലിയൊക്കെ പോകാനൊക്കെ ഉള്ള സാധ്യത, സസ്പെൻഷനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരാനും ചില അപവാദങ്ങളിൽപ്പെടുത്തി നിങ്ങളെ നാണം കെടുത്താനൊക്കെ ഉള്ളൊരു സാധ്യത കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഗണപതി ഹോമം ചെയ്യുക. പ്രധാനമായിട്ട് ശിവക്ഷേത്രത്തിൽ നടത്തണം എന്നാണ് പറയാൻ കാരണം. ചിങ്ങത്തിൻ്റെ രാശിയിലാണ് കേതു നിൽക്കുന്നത്. ശിവഭഗവാനെ വിളിക്കുക, ഗണപതി ഹോമം നടത്തുക. ശനി നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് ജന്മത്തിൽ ശനി നിന്നാൽ നീലാഞ്ജനം, ശംഖുപുഷ്പത്തിൻ്റെ മാല, എള്ള് പായസം, നെയ്വിളക്ക്, നെയ്യ് അഭിഷേകം വേണമെങ്കിൽ ചെയ്യാം. അത് ശാസ്താവിനാണ് ചെയ്യേണ്ടത്, അയ്യപ്പനാണ് ചെയ്യേണ്ടത്, ശാസ്താവിനല്ല. അപ്പോൾ ശാസ്താവിന്, ശിവന്, ഹനുമാൻ സ്വാമിക്ക് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നീലാഞ്ജന വിളക്ക് കത്തിക്കാം. നിങ്ങളുടെ വീട്ടിൽ തന്നെയും കത്തിക്കാം. അപ്പം ഈ ആളുകളോട് നീലാഞ്ജന വിളക്ക് കത്തിക്കുമ്പോൾ ആളുകൾ പോയിട്ട് അമ്പലം തപ്പി നടക്കും, ശാസ്താവിൻ്റെ അമ്പലം. എങ്ങും പോകണ്ട, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അമ്പലം ഉള്ളത്. കാരണം അഹം ബ്രഹ്മാസ്മി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ വീട്ടിലും ഉണ്ട്. എങ്ങനെയുണ്ട്? വായുവിൻ്റെ രൂപത്തിലുണ്ട്. നിങ്ങൾ ആ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ചാൽ മതി. ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് വിളക്ക് കത്തിക്കുക. 2 മുറിയിലും കത്തിക്കാൻ പറ്റുമെങ്കിൽ 2 മുറിയിലും എള്ളെണ്ണ ഒഴിച്ചിട്ട് എള്ളിൻ്റെ കിഴി കെട്ടി ഇട്ട് വിളക്ക് കത്തിക്കുക. പ്രധാനമായിട്ടൊരു കാര്യം, നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അലക്കിയ വസ്ത്രം എടുക്കുക, അത് 4ആയിട്ട് കീറി നിങ്ങളുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് വേണം അത് മുറിക്കാനായിട്ട്. ഇതിനകത്ത് എള്ളിടുക. അലക്കിയ വസ്ത്രമായിരിക്കണം. ചിലർ പുതിയ വസ്ത്രം മേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കിഴി കെട്ടുന്നത്. പുതിയത് വേണമല്ലോ, മറ്റേത് ദോഷമല്ലേ പറയും. അല്ല, അലക്കിയ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രത്തെ അലക്കി വൃത്തിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ കൈയുടെ ഇടത് കൈയോ വലത് കൈയോ രണ്ടും ഒരുപോലെ ഇരിക്കും, അതിൻ്റെ അളവിന് ഈ ചതുരത്തിൽ മുറിച്ചെടുത്തിട്ട് അത് കിഴി കെട്ടണം. എള്ളെണ്ണ എന്ന് പറയുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന എള്ളെണ്ണ കൊള്ളത്തില്ല. അതുകൊണ്ട് ഒറിജിനൽ നല്ലെണ്ണ, ഇച്ചിരി വില കൂടുതലായാലും വേണ്ടിയില്ല, നീലാഞ്ജനം കത്തിക്കാൻ അതുവേണ്ടി തന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ഒരു 3 സ്പൂണ്, 5 സ്പൂണ്, 7 സ്പൂൺ, ഇങ്ങനെ അതിൻ്റെ കണക്ക്
എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കരിന്തിരി കത്തി തീരണം, അണയ്ക്കാൻ പാടില്ല. നമ്മൾ കത്തുന്ന വിളക്ക് കരിന്തിരി കത്തി അണയണം, കത്തിപ്പിക്കുമ്പോഴേ അണയാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി വെള്ളമൊന്നും വരാതെ കത്തിക്കുക. ഇത്രയും പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ലാത്തത് കൊണ്ടാണ് അത്രയും വിവരം പറഞ്ഞത്. അപ്പം മീനക്കൂറുകാരുടെ ഈ ഫലം പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് തുലാക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് 9-ൽ വ്യാഴം, 11-ൽ കേതു, 5-ൽ രാഹു, 11-ൽ നിൽക്കുന്ന കേതു മേടക്കൂറുകാരുടെ അതേ ഗുണഫലമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഇപ്പം ഇത് ഇങ്ങനെ മാറി മാറി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരാം. പ്രധാനമായിട്ട് നിങ്ങളുടെ 180 ഡിഗ്രിയുടെ ഇപ്പുറത്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കുക, നമ്മുടെ ഈ ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളായിട്ട് വലുതായിട്ട് വരുന്നില്ല, നിങ്ങളുടെ ഈ റൈറ്റ് സൈഡിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കാരണം നിങ്ങളുടെ ജാതകപ്രകാരം 9-ൽ നിൽക്കുന്ന വ്യാഴത്തിന് തുലാൻ രാശിയിലേക്ക് ഒരു ദൃഷ്ടി, വലിയൊരു ദൃഷ്ടിയുണ്ട്. ഈ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ 5-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും പൂർണ്ണ ദൃഷ്ടി എന്ന് പറയും. കാരണം നിങ്ങൾക്ക് വ്യാഴം ഇവിടെ നിൽക്കുന്നതിൻ്റെ തന്നെ ഫലം ചെയ്യുമെന്നാണ് പറയുന്നത് ജ്യോതിഷത്തിൽ. ആരോട് വേണമെങ്കിലും ചോദിച്ചു. കുംഭക്കൂറുകാർക്കും വ്യാഴം ഇവിടെ നിൽക്കുന്നതിൻ്റെ അതേ ഫലം തന്നെ ഇവിടെ ഇരുന്നുകൊണ്ടും ചെയ്യും. കാരണം അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ നേരെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ മകൻ ഒരു വീട് വെച്ച് കൊടുത്താൽ ആ വീട്ടിൽ ആര് വന്നാലും ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ CCTV വെച്ചിട്ട് ആൾ നോക്കുന്ന പോലെ വ്യാഴം ഇവിടെ നിന്നാൽ മതി. തുലാൻ രാശിയിലോട്ട് ഇയാളിൻ്റെ ദൃഷ്ടിയുണ്ട്. ശത്രുക്കളെല്ലാം നിഷ്പ്രഭരാവും. 12 നിൽക്കുന്ന കേതു മാറുന്നതുകൊണ്ട് സാമ്പത്തിക ആശ്വാസം കൈവരും. 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് നല്ലതാണ്. മനസ്സിന് ഇച്ചിരി ശാന്തിക്കുറവും സന്താനങ്ങൾക്ക് ഇച്ചിരി രോഗാരിഷ്ടതകളും വരുമെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. രാഹു വലിയ പാപഗ്രഹമല്ല, ശുഭഗ്രഹമാണ്. നിങ്ങൾക്ക് 6-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് തുലാൻ രാശിക്കാർക്ക് നല്ലതാണ്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗകാരകനാണ്. ആര്? യോഗകാരകൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയത്തില്ല എന്താ യോഗകാരകൻ. നമ്മുടെ യോഗങ്ങളുണ്ട്. സരസ്വതി യോഗം, മാളവ്യ യോഗം, ശശയോഗം, രുചകയോഗം, മഹാഭാഗ്യയോഗം, കോടീശ്വര യോഗം, ഇങ്ങനെ കിടക്കുക. ലക്ഷ്മി യോഗം, ഭൂനാഥ യോഗം, കണ്ടോ, ഗജകേസരി യോഗം, നീചഭംഗ രാജയോഗം, ഇങ്ങനെയുള്ള യോഗങ്ങളുടെ കാരകനായിട്ടുള്ള ശനി നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ നിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്കെല്ലാം ആശ്വാസം ഉണ്ടാകാനും ശത്രുക്കളെല്ലാം നിഷ്പ്രഭരായി പോകാനും ശത്രുക്കൾ കീഴ്പ്പെട്ട് വരുന്നത് കാണാനും ഒക്കെയുള്ളൊരു അവസരം നമ്മുടെ കയ്യിൽ വരും. ദീർഘകാലമായിട്ട് നടക്കാതിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ഇടവമാസം മുതൽ എന്ന് പറയണം. അതായത് ഒരു മാസത്തെ ഫലം മാത്രമായിട്ട് കൂട്ടാനൊക്കത്തില്ല. ഇടവമാസം മുതൽ നമുക്ക് അനുകൂലമായ ഫലമുണ്ട്. കൂടാതെ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയും, നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് രാഹുവിനെ ചിന്തിക്കണം. അതുകൊണ്ട് നാഗപ്രീതി വരുത്തുക. അഷ്ടമത്തിൽ സൂര്യനുള്ളതുകൊണ്ട് ഒരു മാസത്തേക്ക് 30 ദിവസത്തേക്ക് ശിവപൂജ, ജലധാര, നെയ്വിളക്ക്, കൂവളമാല, അതുപോലെ തന്നെ മറ്റേ എരുക്കിൻ്റെ മാലയൊക്കെ ചാർത്തി പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ധനുക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത്. ധനുക്കൂറുകാർക്ക് 7-ൽ വ്യാഴം അനുകൂല സ്ഥാനത്താണ്. ആദിത്യൻ 6-ാം ഭാവത്തിൽ, 4-ാം ഭാവത്തിൽ ശനി. ഇപ്പം ശുക്രനും ബുധനും നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. അവരുടെ സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ഫലസ്ഥിതിയാണ് പറയേണ്ടത്. പിന്നെ ചൊവ്വ ഭാഗ്യസ്ഥാനത്തോട്ട് മാറാൻ പോകുന്നുണ്ട്. ഇടവമാസം 24-ാം തീയതി ചൊവ്വ ഭാഗ്യസ്ഥാനത്തോട്ട് മാറുന്നുണ്ട്. നിങ്ങൾക്ക് ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. അപ്പോൾ ഭാഗ്യാനുഭവ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ഒരു വലിയ കാര്യം പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന ഗണപതിക്ക് നടത്തുക. രണ്ടാമത് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് ഗണപതി ഹോമം ചെയ്യുക. ഓം പ്രാതരഗ്നിം പ്രാതരേന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതർശുനാഹ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. അതാണ് ഭാഗ്യസൂക്തം എന്ന് പറയുന്നത്. മൊത്തം ചൊല്ലുന്നില്ല. ആ മന്ത്രം ജപിച്ചുകൊണ്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജപിക്കുക. കാരണം മന്ത്രം ജപിക്കുന്നതിന് ഒരുപാട് ചിട്ടകളുണ്ട്. അതായത് ഛന്ദസ് തൊടുക എന്ന് പറയും. മൂർധാവിൽ, മേൽച്ചുണ്ടിൽ, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഛന്ദസ്, ആ ഋഷിയുടെ നാമമുണ്ട്. ഇപ്പം വിഷ്ണുവിൻ്റെ നാമം എന്ന് പറയുന്നത് സാധ്യധാരഷി ദേവികാചരിത പരമാത്മാ ദേവത എന്ന് പറയും വിഷ്ണുവിൻ്റെ. അതുപോലെ ഗണപതിയുടെ ഗണകർഷി നിതിർക്കാചന്ത മഹാഗണപതിയുടെ ദേവത എന്ന് പറയും. അതുപോലെ ശിവന്റെ ഓരോ എന്ന് പറഞ്ഞ കണക്ക് നമുക്ക് ഈ ഭാഗ്യസൂക്തത്തിന് ആ സൂക്ത മന്ത്രത്തിൽ പറയുന്ന നമുക്കെല്ലാ ദേവന്മാരുടെ പറയാം, പക്ഷെ സൂക്തം പറയുന്ന ആ ഛന്ദസ് നമ്മൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പരുഷ സൂക്തം, ഭാഗ്യസൂക്തം, ശ്രീ സൂക്തം, സംവാദ സൂക്തം എന്ന് പറയുന്ന സൂക്തങ്ങളുണ്ട്. ഈ സൂക്തങ്ങളുടെ ഋഷിയുടെ ഛന്ദസ് തൊട്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യില്ലെങ്കിൽ വേണ്ട. ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന ചെയ്യുക. ചുമ്മാ യൂട്യൂബിലിട്ട് കേട്ടിട്ട് കാര്യമില്ല. കാരണം സൂക്ത മന്ത്രങ്ങൾ അങ്ങനെ നമ്മൾ കേട്ട് ജപിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല.
നോക്കി ജപിക്കുന്നതുകൊണ്ടും അർത്ഥമില്ല. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം പോലുള്ള നാമങ്ങൾ, അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ജപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സൂക്ത മന്ത്രങ്ങൾക്ക് കോപ്പിറൈറ്റ് ഉണ്ടെന്ന് പറയും. കോപ്പിറൈറ്റിനെ കുറിച്ച് പറയാൻ പോയാൽ ഞാനിങ്ങനെ വാചാലനാവുന്നൊരു വിഷയമുള്ള കേസാണ്, അതുകൊണ്ട് അത് അങ്ങനെ പറയുന്നില്ല. അപ്പം നിങ്ങൾ ഗണപതി ഹോമം നടത്തുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം നടത്താൻ പറ്റുമെങ്കിൽ ആദ്യം പോയി നമസ്തേ എന്നും പറഞ്ഞ് ഒരെണ്ണം അങ്ങോട്ട് നടത്തുക. പിന്നെ പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക. അവിടുത്തെ പൂജാരിയെ കൊണ്ടൊരു ഗണപതി ഹോമം ചെയ്യിക്കുക. കുടുംബക്ഷേത്ര ദർശനമാണ് പ്രധാനമായിട്ട് ധനുക്കൂറുകാർ ദോഷം. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഴം നിൽപ്പുണ്ട്. ശനി 4ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം. 4ാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ാം ഭാവാധിപനും 3ാം ഭാവാധിപനും ആയതുകൊണ്ട് ദോഷങ്ങൾ വലുതായിട്ട് പറയാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യാഴത്തിൻ്റെ രാശിയും കൂടെ ആയതുകൊണ്ട് ഗൃഹ ആഭരണ ലാഭം, വസ്ത്ര യോഗം, അതുപോലെ തന്നെ ഭൂമി വിൽപ്പന, ഭൂമി വാങ്ങൽ, വീട് വാങ്ങൽ, ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാവും. ഞാൻ ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഇവിടെ ഫലസിദ്ധി എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിത് പറയാൻ തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ലാത്തത് കൊണ്ട്. കാരണം ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ദശാപഹാര കാലവും കൂടെ ചേർത്ത് വേണം ഇങ്ങനെ ഇതിൻ്റെ ഫലം പറയാനായിട്ട്. അതുകൊണ്ടാണ് അതിനെ ചുമ്മാ അങ്ങ് കണ്ട് ഇവിടെ വേണേൽ പറയാം പകർച്ചവ്യാധികൾ ഉണ്ടാകും, ആഭരണ ലാഭം ഉണ്ടാകുമെന്നും, നിക്ഷേപ ഗുണം ഉണ്ടാകും, അമിത ആവേശം എടുത്ത് കാണിക്കരുത്, എടുത്തിയാട്ടം കുറയ്ക്കണം, കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇത് ഗ്രന്ഥത്തിൽ നിന്ന് നോക്കി എഴുതി വെച്ചേക്കുക. ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം വേണ്ടെന്ന് ആരാ പറയുന്നത്? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ അവരെ ഋഷിയെ എഴുതിയ ആചാര്യനെ കുറ്റം പറയുമല്ല, അത് പറയേണ്ട കാര്യമില്ല. അത് ബുദ്ധിപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധി ഉണ്ടാവുമല്ലോ. രോഗത്തെ സൂക്ഷിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. രോഗത്തെ ആരാ സൂക്ഷിക്കാത്തത്? വസ്ത്ര ആഭരണ ലാഭം പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ മുദ്രപത്രങ്ങൾ, അതുപോലെ തന്നെ ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ആരാ? ധനുക്കൂറുകാരോട്. അപ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. അതല്ലാതെ പറയണം. ജ്യോത്സ്യം പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ബുദ്ധിയിൽ നിന്നും തെളിയേണ്ട കാര്യം. ഒരു വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, ജാമ്യം നിൽക്കുമ്പോൾ സൂക്ഷിക്കുക, നമ്മുടെ എന്താ പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റ് എടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ മേടിക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. നമസ്കാരമൊക്കെ പറയുമ്പോൾ കാലൊക്കെ തൊട്ട് തൊഴുതൊക്കെ നമുക്കൊരു ചായയൊക്കെ മേടിച്ച് തന്നിട്ടൊക്കെ വിടും. ലെറ്റർ നമ്മുടെ ഒപ്പിടാൻ വരുമ്പോൾ KSB-യിലൊക്കെ കൊണ്ടുപോയി ജാമ്യം വെച്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ അടയ്ക്കത്തില്ല. അത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കാലെ പിടിച്ചടിക്കുന്നതിൻ്റെ, നേരത്തെ കാലെ പിടിച്ചവൻ കാലെ പിടിച്ചടിച്ചതിന് തുല്യമായി മാറും. അപ്പോൾ അതിനോട്ടൊക്കെ പോകുന്നതിന് ശ്രദ്ധിക്കാൻ പറയൊന്നും വേണ്ട, അങ്ങനെ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ അവൻ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും എങ്കിൽ പോട്ടെ, നമുക്കൊക്കെ സഹായിക്കാൻ എനിക്ക് വിചാരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല, അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്, പറയുന്നില്ല. അടുത്തായിട്ട് മകരക്കൂറുകാരുടെ ഫലം പറയുന്നു. മകരക്കൂറുകാർക്ക് 3ാം ഭാവത്തിൽ ശനി, ശുക്രൻ, ആദിത്യൻ നിങ്ങൾക്ക് അനുകൂല സ്ഥാനത്താണ്. ഇപ്പം ഇടവമാസത്തിലെ ഫലമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ആദിത്യന് അനുകൂല ഭാവത്തിൽ വരുന്നുണ്ട്. ഒരുപാട് മനസ്സിന് ഗുണം ഉണ്ടാകുന്നത്, ശാന്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം വസ്ത്രാഭരണ ലാഭം ഉണ്ടാവുക, ഭൂമി ഗുണം ഉണ്ടാവുക, വിദ്യാർത്ഥികൾക്ക് ഗുണം ഉണ്ടാവുക, വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ഗുണം ഉണ്ടാവുക. മകരക്കൂറുകാർക്ക് വ്യാഴം 6ാം ഭാവത്തിലായതുകൊണ്ടും അതുപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ടും ഈ ഒരു മാസം അത്ര നല്ലതല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം മകരക്കൂറുകാർക്ക് ദോഷഫലം പറയുന്നതിന് പ്രതിവിധിയായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് 3ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ശനീശ്വര പൂജയും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കണ്ടകശിനി ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ എങ്കിൽ പോലും 3ാം ഭാവത്തിൽ അനുഗ്രഹ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് കൈവിടാതിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം വഴിപാട് നടത്തി കാണിക്ക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. വിഷ്ണുപ്രീതി വരുത്തുക. ചൊവ്വയുടെ ഈ സഞ്ചാരം, ഇങ്ങോട്ട് സഞ്ചാരം വരുന്നുണ്ട്, ചൊവ്വയുടെ സഞ്ചാരം. ഇവിടെ വേറെ ഗ്രഹങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പം ചൊവ്വയുടെ സഞ്ചാരം ചന്ദ്രൻ ഇങ്ങനെ ഓടി ഇങ്ങനെ വരും. ഇപ്പോൾ ചൊവ്വയാണ് നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക് അഷ്ടമരാശിയിലോട്ട് മറയാൻ പോകുന്നുണ്ട്. അപ്പം അഷ്ടമരാശിയിലോട്ട് മറയുന്നത് കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ, 30 വയസ്സുള്ള ആളാണെങ്കിൽ 31 വയസ്സിൻ്റെ നാരങ്ങാമാല ചാർത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇടവമാസത്തെ ഒരു ഫലം സിദ്ധിയായിട്ട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു 1.5 വർഷത്തെ കൂടിയുള്ള ഫലം ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വെറുതെ കരുതുന്നു. അപ്പം എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.